ഇടുക്കി പൂപ്പാറയിൽ ഹൈക്കോടതി വിധി നടപ്പാക്കുന്നതിനെ തുടർന്ന് വീട് നഷ്ടപ്പെട്ട 15 കുടുംബങ്ങളെ 6 മാസത്തിനുള്ളിൽ പുനരധിവസിപ്പിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ. കഴിഞ്ഞ ദിവസം നടന്ന ഒഴിപ്പിക്കലിൽ 29 വീടുകളും 3 ആരാധനാലയങ്ങളും അടക്കം 88 കെട്ടിടങ്ങളാണ് പൊളിച്ചു നീക്കിയത്. ഇതിൽ സ്വന്തമായി വീടോ സ്ഥലമോ ഇല്ലാത്തവർക്കായി നിലവിൽ താൽക്കാലിക സൗകര്യങ്ങൾ ഒരുക്കി നൽകിയിട്ടുണ്ട്. വീടുകളും 3 ആരാധനാലയങ്ങളും ഉൾപ്പെടെ 88 കെട്ടിടങ്ങളാണ് വ്യാഴാഴ്ച ജില്ലാ ഭരണകൂടം പൊളിച്ചു നീക്കിയത്. പുഴപുറമ്പോക്കിൽ അനധികൃതമായി നിർമ്മിച്ച ഈ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കണമെന്ന് 2023 ജനുവരിയിലെ ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ 2024 ഫെബ്രുവരി 7-നാണ് ഈ കെട്ടിടങ്ങൾ സർക്കാർ ഏറ്റെടുത്തത്. അന്ന് കടകൾ പൂട്ടി സീൽ ചെയ്തിരുന്നെങ്കിലും വീടുകളിലെ താമസക്കാരെ ഒഴിപ്പിച്ചിരുന്നില്ല. ഹൈക്കോടതി ഉത്തരവിനെതിരെ കെട്ടിട ഉടമകൾ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും സുപ്രീം കോടതിയും ഹൈക്കോടതി ഉത്തരവ് ശരിവെച്ചു. ഇതോടെയാണ് സ്വയം ഒഴിഞ്ഞു പോകാനുള്ള സാവകാശം നൽകിയത്. കോടതി ഉത്തരവ് നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് 29 വീടുകളും വ്യാഴാഴ്ച ഒഴിപ്പിച്ച ശേഷം പൊളിച്ചു നീക്കിയത്. പതിനേഴ് കുടുംബങ്ങൾക്കാണ് മറ്റൊരു സ്ഥലത്തും ഭൂമിയോ വീടോ ഇല്ലാത്തത്. ഇതിൽ 2 കുടുംബങ്ങൾക്ക് നേരത്തെ ലൈഫ് പദ്ധതിയിൽ വീട് അനുവദിച്ചിരുന്നു. വീട് നിർമ്മാണം പൂർത്തിയായാൽ ഈ കുടുംബങ്ങൾക്ക് ഇവിടേക്ക് മാറി താമസിക്കാം. ഒരിക്കലും കയ്യേറ്റക്കാരല്ല, അവർ കുടിയേറ്റക്കാരാണ്. 60 വർഷം ഇവിടെ താമസിക്കണമെങ്കിൽ ഈ ഡാം ഇവിടെ ഓണാക്കുന്നതിന് മുമ്പ് ഇവിടെ താമസക്കാരുണ്ടായിരുന്ന അങ്ങനെ വന്ന ആളുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അവരെ ഇറക്കി വിട്ടിരിക്കുന്നത്. അവരെ ഇറക്കി വിടുമ്പോൾ മാനസിക പരിഗണന അവർക്ക് റൂമെങ്കിലും എടുത്തു കൊടുക്കാനുള്ള ഇത് കാണിക്കണമായിരുന്നു. പക്ഷേ അവർ നേരെ റോഡിലേക്കാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ. ഇവിടുന്ന് സാധാരണക്കാരെ ജില്ലാ കളക്ടറുടെ അടുത്തേക്ക് അവർ പോയി ചാവാനാണ് കളക്ടർ പറഞ്ഞത്. ചാവണതിന് മുമ്പ് നിങ്ങൾ ശമ്പളം കൊടുത്തതും നിങ്ങൾക്ക് മുമ്പിരുന്ന കളക്ടർമാരും അല്ലെങ്കിൽ വില്ലേജ് ഓഫീസർമാരും അവർക്കെതിരെയൊക്കെ നിങ്ങൾ എന്ത് നടപടിയെടുക്കും? ഉദ്യോഗസ്ഥരെ എന്ത് നടപടിയെടുക്കും? വളരെ മോശമായി പോയെന്നാണ് ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത്. ബാക്കിയുള്ള 15 കുടുംബങ്ങളെയും 6 മാസത്തിനുള്ളിൽ പുനരധിവസിപ്പിക്കുമെന്ന് ശാന്തമ്പാറ പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. കുടുംബങ്ങളുടെ ലിസ്റ്റുമെല്ലാം കളക്ടർക്ക് നേരിട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അവരെ 15 പേരെയും ലൈഫ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി 6 മാസത്തിനകം സ്ഥലവും വീടും നൽകി അവരെ സ്വന്തമായി വീടുകളിലേക്ക് മാറ്റി താമസിപ്പിക്കണമെന്നുള്ളതാണ് ആദ്യമായി തീരുമാനിച്ചിട്ടുള്ളത്. വീടില്ലാത്ത എല്ലാ കുടുംബങ്ങൾക്കും താൽക്കാലിക താമസ സൗകര്യം ഒരുക്കിയിട്ടുണ്ടെങ്കിലും 1 വർഷത്തേക്ക് സ്വകാര്യ തേയില കമ്പനിയുടെ ഒഴിഞ്ഞുകിടക്കുന്ന വീടുകൾ ഇവർക്ക് അനുവദിക്കണമെന്ന് കമ്പനിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കമ്പനി ഈ ആവശ്യം നിരസിച്ചാൽ ജില്ലാ ഭരണകൂടം മറ്റു മാർഗങ്ങൾ തേടും. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.